കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് തന്നെയാണ് കാണിക്കുന്നത്. മര്യാദയ്ക്കിരുന്നുള്ള ഒരു അക്ഷരം സംസാരിച്ചില്ലെങ്കിൽ എപ്പം പിടിച്ച് വെളിയിലാക്കുമെന്ന് ഈ പ്രതിപക്ഷ നേതാവ് പറയുന്ന പത്രസമ്മേളനം ഉണ്ടായിട്ടുണ്ട്. അത് ആരെങ്കിലും എടുത്ത് കാണിക്കുന്നുണ്ടോ? പറയുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധാർഷ്ട്യത്തിൻ്റെ ആളാണെന്ന് നിങ്ങൾ പറയുന്നത്. ഇയാളെക്കാളും ധാർഷ്ട്യക്കാരനായിരിക്കില്ലേ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് അധികാരത്തിൽ വന്നു? പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പം തന്നെ ഇയാൾ കാണിക്കുന്ന ബഹളവും കാര്യങ്ങളും. അയാൾ മര്യാദയ്ക്കൊരു വാക്ക് സംസാരിച്ചിട്ടുണ്ട്. എന്ത് കാര്യം വന്നാലും പിണറായി വിജയൻ രാജിവെക്കണം. ഇവിടുത്തെ പ്രതിപക്ഷം എന്ത് ചെയ്തെന്നാണ് നിങ്ങൾ പറയുന്നത്? ഒരു സമരം ഏറ്റെടുത്ത് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിനൊന്ന് നയിച്ച് വിജയിപ്പിച്ചുകൊണ്ട് വരുന്ന ഏത് സമരമുണ്ട്? എപ്പോഴും 24 മണിക്കൂറും നമ്മൾ അസംബ്ലി പോയിരുന്നു ഫൈറ്റ് ചെയ്ത് ഓരോരുത്തരും കടമ ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്ത് അയക്കുന്നവർ നമ്മളെ കൊഞ്ഞണം കാണിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും അവിടെ ഒരു ചെറിയ കാര്യങ്ങളിൽ തർക്കിച്ചിട്ട് ഇറങ്ങിപ്പോരുകയാണ്. ഇറങ്ങിപ്പോകണമെന്ന് വെച്ചാൽ എവന് പോകണം. മുഖ്യമന്ത്രി യോഗം അല്ലെങ്കിൽ ഊഴം ശരിക്കും രമേശ് ചെന്നിത്തലയ്ക്കല്ലേ വന്നു പോയിക്കണ്ടേ? രമേശ് ചെന്നിത്തല അർഹനാണ്, യാതൊരു സംശയം. അഖിൽ മാരാർ എന്ന് പറയുന്നത് ഒരാൾ പിണറായി വിജയനെ പഠിച്ചപ്പോൾ അയാളെ പോലീസ് എടുത്തിട്ട് അടിച്ചു. പിന്നെ മുഖ്യമന്ത്രി തെറി പറഞ്ഞിരുന്ന അടിക്കാതെ പിന്നെ പൂ മുറിച്ചിട്ട് തൊഴുമെന്ന് വിചാരിച്ചു. അയാൾ യാതൊരു കാലിബറുമില്ല. നാടിനെ നശിപ്പിക്കാൻ, രാഷ്ട്രീയത്തിനെ നശിപ്പിക്കാൻ വന്നിട്ടുള്ള ഒരുത്തനായിട്ടാണ് ഞാൻ ഈ 2020 അയാളുടെ പേര് സാബുവിനെ ഞാൻ കാണുന്നു. ഉഷാരടി ലക്ഷറി ലൈഫൊക്കെ. ഇയാൾ കയ്യിലൊക്കെ സ്വർണവും കഴുത്തിൽ സ്വർണ്ണം, അവിടെ സ്വർണ്ണം ഇവിടെ സ്വർണവും ഭയങ്കര മോഡേൺ ഡ്രസ്സും ഒക്കെ ധരിച്ച് ഇയാൾക്ക് ലക്ഷറി ആവാം. ഇടതുപക്ഷം ഇല്ലാത്ത ഒരു ലോകത്തിനെ പറ്റി, ഒരു ഇന്ത്യയെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ അവസ്ഥയിലേക്ക് ഇവിടെ കൊണ്ടുവരാനായിട്ട് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ചെയ്തിട്ടുള്ള ഐതിഹാസികമായ സമരചരിത്രങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കണം. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. ദുര്യോധനനും മഹാത്മാഗാന്ധിയുടെയും ഇടയിലുള്ള സമാന്തരങ്ങളെ പറ്റി ആലോചിക്കുക, അതിനെപ്പറ്റി എഴുതുക. ഏകദേശം 2 വ്യാഴവട്ടക്കാലമെങ്കിലും കർണൻ എന്ന ഒരു കൃതിക്ക് വേണ്ടി ചിലവാക്കുക. അങ്ങനെ വലിയൊരു ജീവിതരേഖ തന്നെയുണ്ട് പി ശ്രീകുമാർ എന്ന വ്യക്തിത്വത്തിന്. എഴുത്തുകാരൻ, നടൻ, സംവിധായകൻ, പ്രൊഡ്യൂസർ. അദ്ദേഹം ചേരുന്നു മൂവി വേൾഡ് മീഡിയയിലേക്ക് അഭിമുഖത്തിനായി. നമസ്കാരം. നമസ്കാരം. ഒരുപാട് സിനിമാ താരങ്ങൾ കൂടി സ്ഥാനാർത്ഥികളാവുന്നുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്താണ് നമ്മളിരിക്കുന്നത്. ഇവിടെ സുധീർ കരമന ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയാവുന്നു. സുധീർ കരമന എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ അടുത്ത ഒരു അനിയനെ പോലുള്ള ഒരാളാണ്. അയാൾക്ക് നിന്നൂടായികയൊന്നുമില്ല. അയാൾ അധ്യാപകനാണ്, വിവരമുള്ളവനാണ്. പിന്നെ ഒരു ഇടതുപക്ഷ മനസ്സുകളും കലാമനസ്സും ഒക്കെ ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. നിന്നുകൂടായികയൊന്നുമില്ല അവർക്ക്. ഈ നിന്ന് കഴിഞ്ഞിട്ട് പറയുന്ന ചില വാക്കുകളുണ്ട്. ഞാൻ മഹാത്മാഗാന്ധിയെക്കാളും ഭയങ്കരമായിട്ട് സേവനമൊക്കെ നടത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചിട്ടാണ് വന്ന് നിൽക്കണമെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതാണ് സഹിക്കാൻ ഒക്കാത്തത്. നിങ്ങൾ നിൽക്കുക, മന്ത്രിയാവുകയോ MLA ആവുകയോ ചെയ്യുക. അഖിൽ മാരാർ വിഷയത്തിലേക്കാണോ എത്തുന്നത്? അഖിൽ മാരാർ എന്ന് പറയുന്നത് ഒരാള്, അയാള് ബിഗ് ബോസിലേക്ക് പോയപ്പോഴത്തേക്ക് വാസ്തവത്തിൽ ഞാൻ ബിഗ് ബോസ് ഇടയ്ക്ക് കാണുന്ന ആളാണ്. കണ്ടപ്പോഴത്തേക്ക് ഞാൻ അയാൾക്ക് വേണ്ടിയിട്ട് ഇയാൾ ജയിച്ചു വരണമെന്ന് ആഗ്രഹിക്കുകയും അതിന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയും അയാൾക്ക് വേണ്ടി കാണുകയും അയാൾക്ക് വേണ്ടി ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ചെറുപ്പക്കാരനായിട്ടാണ് കണ്ടത്. പിന്നെ അയാൾ അടിക്കണ വാചകങ്ങളും പറയണതും കേട്ടിട്ട് ഇയാളാണ് ചെഗുവര എന്നൊക്കെ തോന്നുന്ന വിധത്തിലാണ് പറയണത്. എന്തൊക്കെ അടിച്ചു വിടണാണ് ഇയാൾ. യൂത്ത് കോൺഗ്രസ് ആരാണ് ഇവിടെ? യൂത്ത് കോൺഗ്രസ്സിലോ SFIയിലോ മറ്റേ DIFIയിലോ ഒക്കെ ടച്ച് ചെയ്ത് ചെറുപ്പകാലങ്ങളിൽ കടന്നു വരാത്ത ആരാണ് ഈ തലമുറയിലുള്ളവർ? അവിടെ ചെന്ന് മറ്റേ പിണറായി വിജയനെ പഠിച്ചപ്പോൾ അയാളെ പോലീസ് എടുത്തിട്ട് അടിച്ചു. പിന്നെ മുഖ്യമന്ത്രി തെറി പറഞ്ഞിരുന്ന അടിക്കാതെ പിന്നെ പൂ മുറിച്ചിട്ട് തൊഴുമെന്ന് വിചാരിച്ചു അയാൾ. ഇതൊക്കെയാണ് ഇയാളുടെ സാക്രിഫൈസായിട്ട് ഇയാൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇയാളുടെ രാഷ്ട്രീയ ബന്ധമായിട്ട്. അതാണ് രാഷ്ട്രീയ ബന്ധം. ഉടൻ പിറ്റേ ദിവസം MLA ആവുക, മന്ത്രി. അതിന് തന്നെ ഇയാൾ, എൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ ഇയാൾ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ പോയി ഊണ് കഴിക്കുന്നു, മറ്റിടത്ത് പോയി മറ്റത് ചെയ്യുന്നു. അതൊക്കെ ചെയ്യാൻ അയാൾക്ക് അർഹതയുണ്ട്. നമ്മൾ അതിനൊന്നും ചോദ്യം ചെയ്യില്ല. ഞാൻ അലഞ്ഞിരിഞ്ഞ് ഒരിടത്തൊന്നും ചാൻസ് കിട്ടാതെ വരുമ്പോഴത്തേക്ക് യാതൊരു കാലിബറുമില്ല. നാടിനെ നശിപ്പിക്കാൻ, രാഷ്ട്രീയത്തിനെ നശിപ്പിക്കാൻ വന്നിട്ടുള്ള ഒരുത്തനായിട്ടാണ് ഞാൻ ഈ മറ്റേ ലുങ്കി കീറ്റക്സ് 2020 അയാളുടെ പേര് സാബുവിനെ ഞാൻ കാണുന്നത്.
അയാൾ എന്ത് രാഷ്ട്രീയം നിർമ്മിക്കാൻ വരുന്ന ഒരു പുതിയ മഹാനായ ദേശസ്നേഹിയെ ഞാൻ കാണുന്നു. ഇയാളൊക്കെ മറ്റുള്ളവരെല്ലാം മണ്ടന്മാരാണെന്നാണ് ധരിച്ചിരുന്നത്. അയാൾ കുറേ വരെ പോയി പുറകിക്കൊണ്ടുവരികയാണ് സീരിയൽ നടികളെയും മറ്റവരെ. അവരെയൊന്നും കൊണ്ടുവന്നുകൂടാന്നല്ല ഞാൻ പറയണത്. അതെ പക്ഷെ അതെ അതെ അതെ. ഇത് രാഷ്ട്രം ഭരിക്കാനായിട്ട് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു കുറെ കാര്യങ്ങളൊക്കെ ഇല്ലേ? ഈ അഖിൽമാരാർ പറയുന്നത് ബിഗ് ബോസ് 3 ദിവസമെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ രാഷ്ട്രീയ വീക്ഷണത്തെ പറ്റി ബോധമുണ്ടാവുമെന്നാണ്. അതിനെ ഈ പബ്ലിക് എനിക്ക് അഡ്മിനിസ്ട്രേഷനോട് എങ്ങനെ ബന്ധിപ്പിക്കുന്നത് എനിക്ക് അല്ല, മനസ്സിലായിട്ടില്ല. അയാളെ ഞാൻ ഇപ്പോഴും ഈ വെറുക്കുന്ന ഒരാളായിട്ടല്ല കാണും. ആ ആ ആ. അയാള് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയണത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തമാശയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഉം. അല്ലാതെ ഒരു സീരിയസും ആവേണ്ട ആവശ്യമില്ല. അയാൾ കേൾക്കുന്ന പുഷാരടി ആ. ലക്ഷറി ലൈഫൊക്കെ. ഉം. ഇയാൾ കയ്യിലൊക്കെ സ്വർണവും കഴുത്തിൽ സ്വർണ്ണം അവിടെ സ്വർണ്ണം ഇവിടെ സ്വർണവും ഭയങ്കര മോഡേൺ ഡ്രസ്സും ഒക്കെ ധരിച്ച് ഇയാൾക്ക് ലക്ഷറി ആവാം. ഫോറിൻ കാറുകളുമായിട്ടൊക്കെ നടക്കണം, മറ്റവനെ കുറ്റം പറയുന്നു. നമ്മൾ ഇവരാരും നടക്കരുതെന്നല്ല, എല്ലാവരും ലക്ഷറി ആയിട്ട് ജീവിക്കൂ, അതിനാഗ്രഹിക്കുന്നവരാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സെന്ന് പറയണത് തന്നെ ആളുകളെല്ലാം ഏറ്റവും വലിയ ലക്ഷറി ലൈഫൊക്കെ കൊണ്ടുവന്ന് അവർക്ക് ലോകത്ത് സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത് എല്ലാവർക്കും കിട്ടണം. എല്ലാവർക്കും കിട്ടണമെന്നുള്ളത്. അതെ. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ എങ്ങനെ ജീവിച്ചോട്ടെ. അതിന് വേറെ ഒരു കുറ്റം പറയണത് സ്വയം ജീവിതം അങ്ങനെ ആക്കിയിട്ട് എന്ത് കാര്യത്തിലും പറയാൻ ഇയാൾ ആരാണ്? രാഷ്ട്രത്തിൻ്റെ എന്ത് കാര്യത്തിനെ പറ്റി അഭിപ്രായം പറയുക, എന്ത് ഇതും പറയുക എന്ന് പറയണത് ഈ അതൊക്കെ തെറ്റായ ഒരു കാര്യമാണ്. അഭിപ്രായം ചിന്തിച്ചും അതിനകത്തൊരു കഴമ്പ് വേണം. ഈ അടുത്ത കാലത്ത് ഞാൻ കഴമ്പുള്ള ഒരു വിമർശനം കണ്ടത് ജോയി മാത്യുവിൻ്റെ. ഈ കോമാളി എന്ന് പറഞ്ഞുകൊണ്ട് ഉം. ഒരു സ്ഥാനാർത്ഥിയെ ആക്ഷേപിച്ചപ്പോൾ അതിന് ഒരുപാട് പേര് ബഹളമൊക്കെ ഉണ്ടാക്കുകയും പറഞ്ഞു. പക്ഷെ അതൊന്നും കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല. അത് കാര്യമായിട്ടൊരാൾ പറഞ്ഞത് അതുവരെ ജോയി മാത്യു പറഞ്ഞിട്ടുള്ളതൊന്നും ഞാൻ വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടുള്ള ആളൊന്നുമല്ല. അയാൾ ഇങ്ങനെ ഒരുപാട് കാട് കയറിയൊക്കെ പറയുന്ന ആളാണ്. പക്ഷെ ഇത് പറഞ്ഞിരിക്കുന്നത് ഇത് ചർച്ചയാവണമെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഏറ്റവും വലിയ ബഹുമാനമുള്ള എൻ്റെ നേതാവാണ്, അല്ലെങ്കിൽ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ് ഐസക് തോമസ്, ഉം. ധനകാര്യമന്ത്രി. നല്ല ശേഷിയുള്ള മന്ത്രി എന്നൊക്കെ എനിക്ക് വലിയ അപ്രിസിയേഷൻ ഉള്ളതാണ്. ഉം. പക്ഷേ അങ്ങേർക്ക് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് ജോയ് തോമസ്, അസാധ്യമായിട്ട്. നിങ്ങളതൊന്നും നോക്കേണ്ടതാണ്. അത് അങ്ങനെ വേണം പ്രതികരിക്കാൻ. അപ്പം നമുക്കതിന് എനിക്ക് ജോയ് തോമസിനെ വിളിച്ചിട്ട് കിട്ടിയില്ല, ഒരു അഭിനന്ദനം പറയണമെന്നുണ്ട്. ഇങ്ങനെ പ്രതികരിക്കുക. അതിന് നമ്മൾ കക്ഷി രാഷ്ട്രീയമായിട്ടൊന്നും കാണണ്ട. ഐസക് തോമസിനെ ഞാൻ ബഹുമാനിക്കുകയും എൻ്റെ ലീഡറാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് സുഹൃത്തായ ജോയ് തോമസിനോട് ദേഷ്യമൊന്നും തോന്നണ്ട. അയാൾ വളരെ സെൻസിബിളായി പറഞ്ഞ ആ ബൗദ്ധികമായ ഒരു സമീപന രീതിയെ, വിമർശനത്തെ നമ്മൾ മുഖവിലക്കെടുക്കണം. അതിൽ സത്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. അതൊരു പക്വതയും പാകതയും ഉണ്ട്. പക്വതയും പാകതയും സത്യവും ഉണ്ട്. രമേശ് പിഷാരടിയുടെ ഒരു രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയാൻ പറ്റില്ല, ഒരു തിരഞ്ഞെടുപ്പ് പ്രവേശനം, അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുക, എത്രമാത്രം പ്രതീക്ഷയുണ്ട് അദ്ദേഹത്തിലെ രാഷ്ട്രീയക്കാരന്? അതൊക്കെ ഞാൻ ഈ എല്ലാം പറഞ്ഞില്ലേ, ഈ വന്നിരിക്കുന്ന ഇയാളെ പോലെ തന്നെ അഖിൽമാരാർ വന്ന്, ഈ പിഷാരടി വന്നു, ഇങ്ങനെയൊക്കെ ഉള്ളവർ വന്ന്, ഇതൊന്നും ഞാൻ വലിയ ഗൗരവമായിട്ട് എടുക്കുന്നതല്ല. ഇവർക്ക് ആർക്കും വന്ന് ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ നിയമവശങ്ങളെല്ലാം അവർക്ക് അനുകൂലമാണ്, ചെയ്യാം. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ മനസ്സിൽ നമുക്ക് ആ കസേരയിൽ ഇരിക്കാൻ അർഹതയുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇന്നടത്ത് നിൽക്കാൻ അർഹതയുണ്ടോ? ഇപ്പം ഞാനൊക്കെ സിനിമയിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ആഗ്രഹം എന്തായിരുന്നു? പ്രേം നസീറിനെ തോൽപ്പിച്ചിട്ട് ഇതാണ്. ഈ വളർന്നു വരുമ്പോഴാണ് ഈ പ്രേം നസീറിൻ്റെ മുഖവും നമ്മുടെ മുഖമായിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതും ആ സ്ഥാനത്തൊന്നും നമുക്ക് ജീവിതത്തിൽ നിൽക്കാൻ ഒക്കില്ല എന്ന് മനസ്സിലാക്കുന്നതൊക്കെ. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ അതുപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കണം നമ്മൾ വളരുന്നതിനനുസരിച്ച്. നമ്മളെവിടെയാണ് നിൽക്കുന്നത്, എന്തിനാണ് നിൽക്കുന്നത്. ചുമ്മാ ഒരു സംഗതി നമ്മൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ, ഞാനൊക്കെ തീവ്രമായ രാഷ്ട്രീയത്തിനകത്തുനിന്ന് മുങ്ങിപ്പോയ ദുരന്തങ്ങളുടെ ഒരു വേദിയായ വീട്ടിനകത്തുനിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് സാമാന്യം ഒക്കെ രാഷ്ട്രീയം നന്നായിട്ട് അറിയാം. ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു പക്ഷത്ത് തന്നെയാണ്, ഇടതുപക്ഷത്ത് തന്നെയാണ്. ഞാൻ പാർട്ടി ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്. അപ്പോൾ അതവിടെ തന്നെ നിൽക്കുകയും ചെയ്യും അവസാനം വരെ, അതിൽ സംശയമൊന്നുമില്ല. ഇടതുപക്ഷമില്ലാത്ത ഒരു ലോകത്തിനെ പറ്റി, ഒരു ഇന്ത്യയെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു വിരുദ്ധാഭിപ്രായം ഇല്ലാത്ത അവസ്ഥ. വിരുദ്ധ അഭിപ്രായമൊന്നുമല്ല, ഈ രാഷ്ട്രീയ സേവനമൊക്കെ നമ്മളങ്ങ്
ഇതാക്കി കളയരുത്. മനസ്സിലായില്ലേ? പണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ എനിക്കൊക്കെ വളരെ നേരിട്ട് അറിയാവുന്നതാണ്. ഞങ്ങളുടെ കാലത്തെ ഒരാൾ വന്നിട്ട് തെങ്ങ് കിളയ്ക്കാൻ വരും, പുരയിടമൊക്കെ വൃത്തിയാക്കാനായിട്ട്. അപ്പോൾ അയാൾ വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കൊക്കെ ഇവിടുന്ന് കഞ്ഞിവെള്ളം കൊടുക്കണതൊക്കെയാണ് കുടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഹോട്ടലിൽ പോയി അന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയോ ഇന്നത്തെ തൊഴിലാളി കൊണ്ടുവരും പോലെ 2 ടിഫിൻ ബോക്സ് കൊണ്ടുവരികയോ ഒന്നും ചെയ്യണ കാലമല്ല. അത് കുടിച്ചിട്ട് ഈ വെയിലത്ത് നിന്ന് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കാർന്നവർ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ എത്ര തെങ്ങിൻ്റെ മൂട് കിളച്ചടോ, അവിടെ നിന്ന് ഇത്ര അത് പറ്റില്ല, ഇത്ര എണ്ണം തീരണം, പെട്ടെന്ന് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതൊരു മനുഷ്യനാണെന്ന് പോലും ഇല്ലാത്ത വിധത്തിലുള്ള സമീപന രീതികളും ഭാഷാശൈലികളും ഉപയോഗിച്ചിട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അയാൾ അധ്വാനിച്ച് വൈകുന്നേരം വരെ നല്ല അധ്വാനിച്ച് കഴിഞ്ഞ് വൈകുന്നേരമായി അയാൾ അടുത്ത് കൂടെ ഒഴുകുന്ന ചെറിയ പുഴയോ തോടോ ആറോ ഒന്ന് കൈയും കാലും മുഖമൊക്കെ കഴുകി ശുദ്ധി വരുത്തി അയാൾ കൊണ്ടുവന്ന ആ പണി വസ്ത്രം മാറ്റി മറ്റേ വസ്ത്രമൊക്കെ കൊടുത്ത് നമ്മുടെ തറവാട്ടിൻ്റെ നടയിൽ വരുമ്പോൾ ഇവിടുത്തെ ജന്മി ഇതിന് കൂലി കൊടുക്കേണ്ടവൻ അയാൾ മെയിൻ റോഡിൽ പോയിരിക്കുക. അവിടെയൊക്കെ ഗ്രാമങ്ങളിലൊക്കെ റോഡിൽ പോയിരിക്കുന്നു എന്ന് പറയും. ഇവിടെ പോയിരിക്കണമെന്ന് വെച്ചാൽ ജന്മിക്ക് ആവശ്യമുള്ള മുറുക്കാനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ വരാൻ വൈകുന്നേരത്തെ ഒരു യാത്രയ്ക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ആ ജന്മി റോഡിൽ പോയിരിക്കുകയാണ്, നിൽക്ക്, ജന്മി വരാൻ സന്ധ്യയാവും. ഈ സന്ധ്യയ്ക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ എത്ര മൂട് കിളച്ചിടോ എന്നൊക്കെ അപ്പോഴും ചോദ്യം ചെയ്യലാണ്. ചോദ്യം ചെയ്തിട്ട് കൊണ്ടുവന്ന് ഒരു 60 രൂപ കഷ്ടിച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നത് ഒരു കാലം ഉണ്ടായിരുന്നു. അവിടുന്ന് ഇന്ന് ജീൻസ് പാൻറ്റും ഇട്ട് മോട്ടോർ ബൈക്ക് ഓടിച്ചിട്ട് ജോലിക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നിറങ്ങിയിട്ട് കാലത്തെ 10 മണിയാകുമ്പോൾ ജോലിക്ക് കയറി 11 മണിയാകുമ്പോഴത്തേക്ക് ടിഫിൻ കഴിക്കാൻ ഇറങ്ങി, അത് കഴിഞ്ഞിട്ട് ജോലിക്ക് കയറി 1 മണിയാകുമ്പോഴത്തേക്ക് ആരോടും ചോദിക്കാതെ കൈകാലുകൾ ശരിയാക്കി വന്ന് മധ്യാഹ്ന ഭക്ഷണത്തിന് വന്നു. അത് ടിഫിൻ പൊട്ടിച്ചു. നമ്മുടെ വീട്ടിലുള്ളതിനേക്കാളും വിഭവസമൃദ്ധമാണ്. മുട്ടയും മീനും ഇല്ലാതെ ഒന്നും വരില്ല. അത് ഞാനിവിടെ കണ്ടിട്ടുള്ള ആളാണ്. ഞാൻ 1-2 വീട് വെച്ചപ്പോഴുള്ള സംഗതിയാണ് പറയണത്. അപ്പോൾ അതെല്ലാം കഴിച്ച് സുഭിക്ഷനായിട്ട് കിടന്നു വന്ന് റെസ്റ്റ് എടുത്ത് ടൈമുണ്ട് അവർക്ക്. 2 മണിക്ക് പിന്നെ കയറുള്ളൂ. ആരും അതിനൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. 2 മണിക്ക് കയറി 4:30 മണിക്കാകുമ്പോഴത്തേക്ക് വീണ്ടും ഇതെല്ലാം കഴുകി റെഡിയാക്കി കോളേജിൽ നിന്നോ അല്ലെങ്കിൽ ഓഫീസിൽ നിന്നോ വരുന്ന വ്യക്തി ജീൻസും അതിനനുസരിച്ചുള്ള അപ് ടു ഡേറ്റ് അപ്പുറമൊക്കെ ധരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ 1000 രൂപയും എടുത്ത് റെഡിയായി നിൽക്കുകയാണ്. ഇത് ഒന്നെണ്ണം കൊടുക്കാൻ, ഇല്ലെങ്കിൽ പിറ്റേ ദിവസം വരില്ല. ഒരു സംസാരവും ഇല്ല. ഈ അവസ്ഥയിലേക്ക് ഇവിടെ കൊണ്ടുവരാനായിട്ട് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ചെയ്തിട്ടുള്ള ഐതിഹാസികമായ സമരചരിത്രങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കണം. ഇതൊന്നും മറ്റ് കക്ഷികളൊന്നും ഉണ്ടാക്കിയല്ല. ഇവിടുത്തെ ഇടതുപക്ഷം അതിനകത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സംഗതിയാണ് ഈ ഏത് രംഗത്തും ഇവിടുത്തെ തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥയും ജീവിത രീതിയൊക്കെ ഇവിടെ ഒരു ഹൈ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ചരിത്രം. ഇപ്പോഴത്തെ സമരവും ചരിത്രമൊന്നും അല്ല ഞാൻ പറയണം. അതുകൊണ്ട് ഇപ്പോൾ ഏത് സമരം വിജയിക്കണം മറ്റെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് മറുപടിയൊന്നുമില്ല. ഞാനതിന് മുമ്പ് നിങ്ങളുടെ മുമ്പേ കൂപ്പി നിൽക്കാനേ ഉള്ളൂ. അപ്പം ഞങ്ങളൊക്കെ കുട്ടിക്കാലം മുതൽ കണ്ടുവന്ന് അനുഭവിച്ചിട്ടുള്ളതും സംഘടിക്കാനുള്ളൊരു ബോധം, പിന്നെ സംഘടിച്ച് ഇവരെ ശക്തരാക്കി കൊണ്ടുവന്ന് ഈ അടിസ്ഥാന വർഗത്തെ ഇന്ന് അവന് തുറന്നു നിന്ന് കൂലി ചോദിക്കാനുള്ള നട്ടല് നിവർത്തി കൊടുത്തതിന് ഇവിടെ അടുത്ത ആ തൊഴിലാളി വർഗ സമരങ്ങളും അതിൻ്റെ രാഷ്ട്രീയവും മറക്കരുത്. അതൊക്കെ മറക്കുന്നതാണ് ഈ നാടിൻ്റെ അപജയം എന്ന് പറയുന്നത്. ഇപ്പം പലരും പറയുന്നു ഇനിയൊരു ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവില്ല, ഈ വട്ടം ഇടതുപക്ഷ സർക്കാർ കൂപ്പുകുത്തും, UDF വിജയിക്കും, 86 സീറ്റിന് മുകളിൽ സീറ്റുകൾ കിട്ടുമെന്ന് പറയുന്നു, പിണറായി യുഗം അവസാനിക്കുകയാണെന്ന് പറയുന്നു. ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുക? ഞാൻ ജ്യോത്സ്യനും അല്ല പ്രവാചകനും അല്ല. ഇവരെ പോലെ ഈ പറയണവരെല്ലാം കള്ളവോട്ട് ചെയ്തിട്ട് അവരുടെ ആളുകളെ ജയിപ്പിക്കുമായിരിക്കും. അതല്ലാതെ അയാൾക്ക് എങ്ങനെ പറയാൻ ഒക്കും ഇന്നാര് ജയിക്കുമെന്നൊക്കെ? ഇത്രയും ആളുകളുടെ മനസ്സിരിക്കുന്നത് മുഴുവൻ ആർക്ക് പറയാൻ പറ്റും? രാഷ്ട്രീയ കാഴ്ചപ്പാടുകളൊക്കെ ഇങ്ങനെ വച്ചു നോക്കുമ്പോഴത്തേക്ക് ആർക്കും വലിയ ഭൂരിപക്ഷത്തിലേക്കൊന്നും പോകാൻ കഴിയുന്ന ഒരവസ്ഥയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കഷ്ടിച്ച് പരാപരമി എത്തി അല്ലെങ്കിൽ എത്തിയില്ല, ഒരു 2-3 സീറ്റ് കുറവുണ്ട് എന്നുള്ള നിലയിലൊക്കെ നിൽക്കാൻ കഴിയുന്ന രീതിയിൽ 2 പേർക്കും വന്ന് നിൽക്കാൻ കഴിയുള്ളൂ എന്നാണ് ഇന്നത്തെ എൻ്റെ വിലയിരുത്തൽ. നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് എനിക്കറിയില്ല. ഒരു തൂക്കുമന്ത്രിസഭ പോലെ വന്ന് നിൽക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ സ്വതന്ത്രന്മാരും മറ്റു കക്ഷികളും ഒക്കെ എത്ര വീതം ജയിക്കുന്നു എന്ന് നമുക്കറിയില്ല. അവർ ജയിച്ച് വന്നിട്ട് ഇനി അവരാരെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ഉള്ള അല്ലാതെ
അങ്ങ് ആഴ്ചയിൽ 100 സീറ്റ് എന്നൊക്കെ പറയാം. ഞാൻ വേറൊരു കാര്യം പറയാം, ഇവിടെ എപ്പോഴും 24 മണിക്കൂറും നമ്മൾ പറയാറുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ധാർഷ്ട്യത്തിൻ്റെ ആളാണെന്ന് നിങ്ങൾ പറയാറുണ്ട്, കാർക്കശ്യം. ഇല്ലേ എന്ന് പറയാറുണ്ട്. നിങ്ങൾ ഇത്രയും നാൾ ടി വി കണ്ടിട്ടുള്ള ആളാണെങ്കിൽ, മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ആളാണെങ്കിൽ എനിക്ക് പറയണം, ഇയാളെക്കാളും ധാർഷ്ട്യക്കാരനായിരിക്കില്ലേ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് അധികാരത്തിൽ വരണമെങ്കിൽ? അതെ. പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പം തന്നെ ഇയാൾ കാണിക്കുന്ന ബഹളവും കാര്യങ്ങളും, അയാൾ മര്യാദയ്ക്കൊരു വാക്ക് സംസാരിച്ചിട്ടുണ്ട്? രാവിലെ ഇറങ്ങുന്നു, അയാൾ കുളിച്ച് ശുഭ്രവസ്ത്രധാരിയായിട്ട് മേക്കപ്പ് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ട് എന്ത് കാര്യം വന്നാലും പിണറായി വിജയൻ രാജിവെക്കണം. ഇവിടുത്തെ പ്രതിപക്ഷം എന്ത് ചെയ്തതെന്നാണ് നിങ്ങൾ പറയണത്? ഇവിടുത്തെ തൊഴിലില്ലായ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യവുമായിട്ട് അവർ സമരത്തിനിറങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ സമരം പോലും ഏത് രീതിയിലായി മാറിയിരിക്കുന്നു? എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒരു സമരത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് എല്ലാം ഇന്ന് സമരത്തിലാണെന്ന് പറയും. പാവപ്പെട്ട ആർക്കും ആരെയും അറിഞ്ഞൂടാത്തതായിട്ടുള്ള ആളുകൾ, ഒരു കൂട്ടം ആളുകൾ ചെന്ന് പോലീസിൻ്റെ അടി വാങ്ങിച്ച് മണ്ടയും പൊളന്ന് 2 ദിവസം സമരം നിൽക്കും. സമരം വിജയിച്ചോ വിജയിച്ചില്ലയോ ആരും അറിയുന്നില്ല. അത് തീർന്നു, ആ സമരം തീർന്നു. ഒരു സമരം ഏറ്റെടുത്ത് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിനൊന്ന് നയിച്ച് വിജയിപ്പിച്ചുകൊണ്ട് വരുന്ന ഏത് സമരമുണ്ട്? ഇയാൾ കാലത്ത് ഒരുങ്ങി ഇങ്ങനെ വന്നുകൊണ്ട് പറയണതല്ലാതെ ഇയാൾ സാധാരണക്കാരന് വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ നടക്കേണ്ടത് ചെന്ന് നിന്ന് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യിപ്പിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും അതിനുവേണ്ടി വിഷമിക്കുകയും അതിനുവേണ്ടി ഇയാൾ ഫ്രണ്ടിൽ നിന്ന് സമരം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രതിപക്ഷ അതായത് ഒരു നേതാവ്. സർക്കാർ വിരുദ്ധ സമരം പോലും കൃത്യമായി ഓർഗനൈസ് ചെയ്യാൻ പറ്റാത്തത് ഒരു പരാജയമായിട്ട് തന്നെ മനസ്സിലാക്കുന്നത്. പിന്നെ എപ്പോഴും 24 മണിക്കൂറും നമ്മൾ അസംബ്ലിയിൽ പോയിരുന്നു ഫൈറ്റ് ചെയ്ത് ഓരോരുത്തരും കടമ ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്ത് അയക്കുന്നവർ നമ്മളെ കൊഞ്ഞണം കാണിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും അവിടെ ഒരു ചെറിയ കാര്യങ്ങളിൽ തർക്കിച്ചിട്ട് ഇറങ്ങിപ്പോരുകയാണ്. ഇറങ്ങിപ്പോകണമെന്ന് വെച്ചാൽ എവന് പോകണം, എവന് പല ആവശ്യങ്ങളുണ്ട്, അതിന് വേണ്ടിയിട്ട് കാര്യം ഉണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോകുന്നു. ഈ ഇറങ്ങിപ്പോകാനാണ് അവരെ സെലക്ട് ചെയ്തത്. ആ പരിപാടി നിർത്തണം ആരായാലും. അത് ഇന്നത്തെ പ്രതിപക്ഷം മാത്രമല്ല, ഇന്നത്തെ ഭരണവർഗം നാളെ പ്രതിപക്ഷത്ത് വരണമെങ്കിൽ അവർ ഈ ഇറങ്ങിപ്പോക്ക് പരിപാടി നിർത്തണം. ഇതൊരു വെല്ലുവിളിയാണ് ജനങ്ങളോട്. അങ്ങനെ തന്നെ ജനങ്ങൾ കാണണം. ഇത് ഇങ്ങനെയൊന്നും ചെയ്യരുത്. അതുപോലെ ഇവിടുത്തെ വിലക്കയറ്റത്തിന് വേണ്ടി ഇവർ ആരെന്ത് സമരം ചെയ്ത്? ഇവിടെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആളുകൾ ഈ പ്രതിപക്ഷം ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കണക്കിന് കുറേയൊക്കെ ക്ഷേമ പ്രവർത്തനമെങ്കിലും വളരെ ശക്തമാണ്. പിന്നെ ആരെന്തൊക്കെ പറഞ്ഞാലും അത് രാഷ്ട്രീയപരമായിട്ട് പറയല്ല. ഈ നാട്ടിൽ വികസനം നടന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാമോ? ആർക്കെങ്കിലും പറയാമോ? നെഞ്ചി കൈ വെച്ചിട്ട് ഈ നാട്ടിൽ കഴിഞ്ഞ കാലത്തിനേക്കാളും ബെറ്റർ വികസനം നടത്തിയ ഒരു സമയമല്ലെന്ന് പറയാമോ? അന്തസ്സായ പല മേഖലകളിലും അപാരമായി വികസനത്തിൻ്റെ രജതരേഖ ഉണ്ടാക്കിയിട്ടുള്ള ഗവൺമെൻറ്റാണ്. അതൊന്നുമില്ല എന്ന് പറയാനൊന്നും പറ്റില്ല. ഗവൺമെൻറ്റിന് കുറ്റമില്ല എന്ന് ഞാൻ പറയുന്നില്ല, മുഖ്യമന്ത്രി ക്ഷുഭിതനാകുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അപ്പോഴും നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ എല്ലാവരും എടുത്തെടുത്ത് കാണും കണക്ക് പുറത്ത് എന്ന് പറഞ്ഞ് തന്നെയാണ് കാണിക്കുന്നത്. ഇയാൾ പത്രസമ്മേളനത്തിൽ ഇരുന്ന് പറയണ ഇന്നലെയും കാണിച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട്. കാരണം മര്യാദയ്ക്കിരുന്നുള്ള ഒരു അക്ഷരം ശരിയില്ല, അല്ലെങ്കിൽ എപ്പം പിടിച്ച് വെളിയിലാക്കുമെന്ന് ഈ പ്രതിപക്ഷ നേതാവ് പറയുന്ന പത്രസമ്മേളനം ഉണ്ടായിട്ടുണ്ട്. അതാരെങ്കിലും എടുത്ത് കാണിക്കുന്നുണ്ടോ? പറയുന്നുണ്ടോ? എത്ര ഭീകരമായിട്ടാണ് അയാൾ പ്രസൻറ്റ് ചെയ്യിച്ചിട്ട് ആ പത്രക്കാരൻ്റെ വായടപ്പിക്കുന്നത്? ഇയാളുടെയൊക്കെ ഊച്ചാളി പീസ് കാണിക്കാനുള്ളതാണ്. ജനാധിപത്യത്തിൽ പത്രക്കാരോടത്ത് എങ്ങനെയാണോ സംസാരിക്കേണ്ടത് അതൊക്കെയാണ് എടുത്തു വെച്ച് ചൂണ്ടിക്കാണിക്കേണ്ടത്. പിന്നെ നമ്മളൊന്നും ഇതൊന്നും പറയാതെ വരുമ്പോഴത്തേക്ക് നിങ്ങളെപ്പോലെ ഉള്ളവർ വീട്ടിനകത്ത് വന്ന് കയറി നമ്മളെ എടുത്തിട്ട് കുത്തി പറയിപ്പിച്ച് ചെയ്യണതാണ്. ഞങ്ങളൊന്നും ഇതൊന്നും പറയാനോ കാര്യങ്ങളോ ആരെങ്കിലും കൊച്ചാക്കാനോ അവരൊക്കെ പ്രതിപക്ഷ നേതാവ് ഇത്രയും കാലത്തെ കോൺഗ്രസ് ചരിത്രത്തിൻ്റെ ഒരു നാൾ വഴി നിരീക്ഷിച്ചൊരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള രീതിയിൽ ശരിക്കും മുഖ്യമന്ത്രി യോഗം അല്ലെങ്കിൽ ഊഴം ശരിക്കും രമേശ് ചെന്നിത്തലയ്ക്കല്ലേ വന്നു പോയിക്കണ്ടേ? അതൊക്കെ അവരുടെ ഉൾപ്പാർട്ടി. രമേശ് ചെന്നിത്തല അർഹനാണ്, യാതൊരു സംശയം. പിന്നെ കുറച്ച് സൗമ്യതയുണ്ട്. നമുക്കിനി ആരെയും അടിച്ചിരുത്താനും വിരട്ടി ഒതുക്കാനും നോക്കണ കാലങ്ങളല്ല. കണ്ടില്ലേ അമേരിക്കയും ഇറാനും കൂടെ ചെന്നിടന്ന് യുദ്ധം ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന പാടുകൾ ഉരുക്കൊണ്ട് പൊയ്ക്കളയാന്ന് വിചാരിച്ചിട്ട് ലോക ജേതാവൊക്കെ ഇപ്പോൾ എവിടെ കിടന്നുണ്ട്, എന്തെല്ലാം കൈയും കാലോട്ട് അടിക്കുന്നതെന്ന് കാണുന്നില്ലേ? അപ്പം നമുക്ക് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഭാഷ, സമീപന രീതി നമുക്ക് ആവശ്യമാണ് ഏത് കാര്യത്തിനും. അതിലൂടെ ഇനി കാര്യങ്ങൾ കണ്ടെടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം ആ രീതി സ്വീകരിക്കണം. അല്ല വന്നുകൊണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറം വരട്ടി കാണിച്ചു കൊടുക്കാം നമുക്ക്.
രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ഇപ്പം മുൻകാലങ്ങളിൽ പറഞ്ഞ 2-3 സ്റ്റേറ്റ്മെന്റ്സിനെ പറ്റിയിട്ടുള്ള കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി ചോദിക്കണമെന്ന് ആ വിചാരിക്കുന്നു. ആ അതിലൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പേരറിയാത്തവർ എന്നുള്ള ചലച്ചിത്രത്തിന് വേണ്ടിയിട്ട് സുരാജ് വെഞ്ഞാറമൂടിന് അവാർഡ് കിട്ടിയ സമയത്ത്, നാഷണൽ അവാർഡ് കിട്ടിയ സമയത്ത് സാർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വളരെയധികം വാലിഡ് ആയിരുന്നു. എന്താണ് അതായത് ആ അവാർഡ് സുരാജ് വെഞ്ഞാറമൂടിന് കിട്ടാൻ കാരണം അവാർഡ് സമിതിയിൽ ഒരു മലയാളി പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ബാലേന്ദ്രമേനോൻ സാറിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അംബേദ്കറിന് മമ്മൂക്കിക്ക് അവാർഡ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചില ആളുകൾ ഇതൊരു ഡോക്യുമെന്റേഷൻ സ്വഭാവമുള്ള സിനിമയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ബാലേന്ദ്രമേനോൻ സാറ് വാദിച്ചിട്ടുണ്ട് മമ്മൂക്കിക്ക് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അങ്ങനെ ആ അവാർഡ് ഒരു 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 ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഈ അങ്ങനെ ശരിക്കും ഒരു മലയാളി ഉണ്ടായിരുന്നോ, അതോ ഒരു അല്ല, ഫ്രസ്ട്രേഷൻ ഈ ബാലേന്ദ്രമേനോൻ പറഞ്ഞത് സംഭവിച്ചിരിക്കാം, മേ ബി, എനിക്കറിയില്ല അതിനെപ്പറ്റി. ഓക്കെ. അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന മലയാളികളും അവാർഡ് കമ്മിറ്റികളിൽ വരാറുണ്ടാകുന്ന പ്രതിഭകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പൊതുവെ കാണുന്നത് ഈ ഞണ്ടിൻ്റെ സ്വഭാവമാണ്. ഒരു മലയാളി ഉയരുന്നത് മറ്റൊരുത്തരെ കണ്ടോട്. ഞാനിപ്പോൾ ആരുടെയും പേര് പറയുന്നില്ല. ഓക്കെ. ഞാനീ അഭിനയിക്കാൻ വന്നപ്പോഴത്തേക്ക് എന്നെ ഉപദ്രവിച്ച നടന്മാർ വരെ ഉണ്ട്. വളരെ പ്രശസ്തനായ ആൾക്കാരൊക്കെ, പേര് ഞാൻ പറയുന്നില്ല, കാരണം അവരൊക്കെ ചിലരൊക്കെ കാലഹരണപ്പെട്ടൊക്കെ പോയവരാണ്. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് ആരെയും വേദനിപ്പിക്കരുത്. എന്ത് രീതിയിലാണ് അവർ ഉപദ്രവിക്കുന്നത്? ഇതൊക്കെ ഇപ്പോൾ ഈ എന്നെക്കാൾ സ്വാധീനം ഉള്ള ഒരു മേഖലയിൽ ഇരുന്ന് നിങ്ങൾ അവിടെ ഇരുന്നിട്ട് അയാളെ വിളിച്ച വലിയ പ്രശ്നമാണ്, അത് അയാളെന്തിനോ ഇങ്ങനെയൊക്കെ ഒരു നെഗറ്റീവ് അഭിപ്രായം വരുമ്പം പെട്ടെന്ന് നമ്മളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവരെന്നാൽ പിന്നെ ഒരു ചേഞ്ച്, ഇന്നവരാണെങ്കിൽ നല്ലതാണെന്ന് വരുമ്പോൾ അതിലോട്ടൊന്നും പോവില്ലേ. ഓക്കെ ഓക്കെ. പിന്നെ സ്വാധീനമുള്ളിടത്ത് അയാൾ വേണ്ടാന്ന് തന്നെ പറയാം. മനസ്സിലായി? അങ്ങനെയൊക്കെ അവർ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. ഈ സംഭവങ്ങളൊന്നും ഞാൻ പാടിക്കൊണ്ട് നടന്നിട്ടുമില്ല, ഞാൻ കണക്കാക്കിയിട്ടുമില്ല. അങ്ങനെയൊക്കെ ഉള്ളവർ അവരുടെ അവസാന കാലത്തിൽ എന്നെപ്പറ്റി നല്ലത് എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. കാരണം ഞാൻ അവരോട് പെരുമാറിയ രീതി അവർക്ക് ഹൃദയത്തിൽ കൊണ്ടു. അപ്പോൾ അവർ നല്ല അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഞാൻ കണക്കാക്കുന്ന ആളല്ല. കാരണം നമുക്ക് വരാനുള്ളത് വരും. നമുക്കിത്രയേ ഉള്ളൂ. എനിക്ക് ആരോടും അസൂയയില്ല. എനിക്ക് മമ്മൂട്ടിയും മോഹൻലാലും ആവണമെന്ന് ആഗ്രഹിച്ചിരുന്ന് സിനിമയിൽ വന്നിരിക്കാം. പക്ഷെ അതൊന്നും ആവാത്തതിലൊന്നും ഒരു കുറ്റബോധമില്ല. കാരണം അവരെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യതയൊന്നും നമുക്കില്ല, നമ്മളായില്ല. പക്ഷെ ഞാൻ വന്ന 66 എൻ്റെ കൂടെ മദ്രാസിലുണ്ടായിരുന്ന ഒരുപാട് പേരെക്കാളും മെച്ചപ്പെട്ട ഒരു ലൈഫിലേക്ക് ഞാൻ എത്തി. അതൊരു നേട്ടമാണ്. അത് സംതൃപ്തിപ്പെട്ട പോരെ. അതെ അതെ അതെ. ഞാൻ പടമൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ഒരുപാട് നഷ്ടമെന്നൊക്കെ കാണാം. അതെല്ലാം നിമിത്തി ഇന്ന് സുഖകരമായിട്ട് എൻ്റെ ഫാമിലി ലൈഫ് പോണ രീതിയിലേക്ക് ആയി വന്നിട്ട് എനിക്ക് അത്യാവശ്യത്തിന് അഭിനയിക്കാനും ഒരു നടൻ എന്നുള്ള നിലയിൽ എവിടെ ചെന്നാലും ആളുകൾ അറിയപ്പെടുകയും സ്വീകരിക്കുക, അത്രയാണ് എൻ്റെ വിധി എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കണം. നമ്മളല്ലാതെ പരാതി പറഞ്ഞ് നടന്നിട്ട് കാര്യം എന്തോ, ഇത്രയും കിട്ടിയതിന് ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. ഈ പദയാത്രയിൽ വീണ്ടും ഒരു മമ്മൂക്കയുമായിട്ടും കൂടി ചേരുകയാണല്ലോ. അപ്പം അദ്ദേഹത്തിനോട് വേണ്ടി വന്നാൽ കലഹിക്കാനും പിന്നെയും സ്നേഹിക്കാനും പിന്നെയും കലഹിക്കാനും സ്നേഹിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി സാറിനുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ അടുത്ത്. സ്വാതന്ത്ര്യം അദ്ദേഹം തന്നിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഞാൻ അതൊന്നും അല്ല നോക്കണേ, എനിക്ക് പറയാനുള്ളത് പറയും. അതേസമയം അദ്ദേഹത്തിനോട് ഞാൻ കടപ്പെട്ട ആളാണ്. അതെ അതെ അതെ. ആ കടപ്പാട് ഞാൻ സൂക്ഷിക്കുകയും ചെയ്യും. പക്ഷെ അഭിപ്രായം പറയാൻ അങ്ങേരുടെ അനുവാദമൊന്നും എനിക്ക് ആവശ്യമില്ല. അത് പറയും, നാളെയും പറയും. എനിക്ക് അനാവശ്യമായ കൈമണി അടിച്ച് നിൽക്കുന്ന പരിപാടി എനിക്കില്ല. ഞാൻ പറയാനുള്ളതും എൻ്റെ സ്നേഹമാണ്. അങ്ങേരുടെ കലർപ്പില്ല. അങ്ങേരെ ഞാൻ ഒരു കാലഘട്ടത്തിലും അങ്ങേരെ എനിക്കൊരു എന്താ പറയണ, എന്നിലെപ്പോഴും ഒരു കുളിർ തെന്നലായി വീശിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ നമിക്കാനേ എനിക്ക് കഴിയുള്ളൂ. ആ കൂറ് എപ്പോഴും ഉണ്ടായിരിക്കും. ആ കൂറുണ്ട്. ആ ശീതളം ചായ ഞാൻ ഏറ്റുവാങ്ങുന്നവനാണെന്നുള്ള ബോധവും ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാ വിധത്തിലും ഇങ്ങനെ ഈ അവസരവാദിയായിട്ടും അത് മറ്റേ സേവപിടുത്തക്കാരനായിട്ടും നിൽക്കുമെന്ന് പറഞ്ഞാൽ കിട്ടില്ല. ഞാനാണ്. ആ ഫൈറ്റിംഗ് ഫോഴ്സിൽ വളർന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് ഞാൻ. മനസ്സിലായില്ലേ? പദയാത്രയിൽ അദ്ദേഹത്തിൻ്റെ എത്രയോ ഒരു 5ാമത്തെ ജനറേഷനെയാണ് അദ്ദേഹം ഇപ്പോൾ അഭിനയിച്ച് ആസ്വദിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ശ്രീ മമ്മൂക്ക, അപ്പോൾ അദ്ദേഹമായിട്ടുള്ള അഭിനയ നിമിഷങ്ങൾ പദയാത്രയിൽ അദ്ദേഹത്തിനേക്കാളും സീനിയറാണ് ഞാൻ. അതെ, അതാ പറയുന്നത്. അപ്പോൾ പിന്നെ ഈ തലമുറയൊക്കെ ഞാനും കണ്ട ആളല്ലേ. ശരിയാണ്, ശരിയാ. ഞാൻ ഹീറോ ആയിട്ട് അഭിനയിക്കുമ്പോഴത്തേക്ക് അഭിനയിക്കാൻ വന്ന ആളാണ്. ഞാൻ സീതയിൽ അഭിനയിക്കുമ്പോൾ, എം. മുകുന്ദൻ്റെ സീതയിൽ അഭിനയിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, മാരാസ് കോമ്പസിൽ
കോമ്പൗണ്ടിലൂടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹം വന്ന് കണ്ടുകൊണ്ട് നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം എവിടെ എന്താ മനുഷ്യൻ അങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്ക് അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ, ഇല്ലേ? അതെ 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 അതെ. നമ്മളിപ്പോൾ ഈ പ്രധാനമന്ത്രിയൊക്കെ പറയും, പ്രധാനമന്ത്രി തന്നെ ചുമ്മാ നോക്കിടുന്നുണ്ട് വല്ലതും പറയാമെന്നുള്ളത് കഴിഞ്ഞിട്ട് എന്തർത്ഥം? ഇപ്പൊ സിനിമകൾ രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി നിർമ്മിക്കപ്പെടുന്നു, പ്രൊപ്പഗൻഡ സിനിമകൾ ഉണ്ടാവുന്നു, ഇപ്പൊ കേരള സ്റ്റോറി ഉണ്ടാവുന്നു, ദുരന്തർ ഉണ്ടാവുന്നു. ഇതൊക്കെ കാണാനും മനസ്സിലാക്കാനൊക്കെ സമയം ചെലവാക്കാറുണ്ടോ? ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യണതല്ല, ഗൗരവത്തിൽ ചർച്ച ചെയ്യണ ആളല്ല. കാരണം ഇതിനൊന്നും ഒരു വകയും സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഉം. ഞാനിവിടുത്തെ കയ്യന്തലയും പുറത്തിട്ടടുത്ത് ഉണ്ടാക്കിയ ആളാണ്, അതെ അതെ. കാശിന് വേണ്ടി ഉണ്ടാക്കിയല്ല. ഞാൻ ഈ സ്റ്റോറി വാങ്ങിക്കുമ്പോഴേ ആ പടം തമിഴിൽ പൊട്ടലാണെന്ന് അറിഞ്ഞിട്ട് ഉം. ആ പ്രമേയം കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ കൊണ്ടുവന്ന് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, യാത്രാ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ യാത്രാ പ്രശ്നങ്ങൾ വല്ലതും അവസാനിച്ച ഇല്ല. KSRTC പൊളിഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അതിന് ശേഷം അപ്പോൾ ഇവിടെ നമ്മളൊരു കലാസൃഷ്ടിയിലൂടെ ഇത് ഇങ്ങനെ കാണിച്ചോടാൻ തന്നെ എല്ലാവരും അങ്ങ് മറ്റവരായിട്ട് മാറുമെന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഉം, ഉം, ഉം. ഒരു വകയും മാറില്ല. അങ്ങനെയൊക്കെ കലാസൃഷ്ടികളിൽ വന്നെങ്കിൽ ഇവിടുത്തെ എല്ലാ ജനതയും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നേനെ. ശരി. അങ്ങനെയൊന്നും കാര്യമാണല്ലോ. അത് ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസം വളരാൻ വേണ്ടി കല ഒരു ശക്തി കൊടുത്തിട്ടുണ്ടായിരുന്നു, അതെ. കലയ്ക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു. ആ കാലഘട്ടവും പോയി. ഉം, ഉം, ഉം. മനസ്സിലായില്ലേ? ഈ BJP രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ വേണ്ടി പുതിയ തലമുറയുടെ അടുത്ത് ചോദിക്കണം. ഇപ്പം ഇദ്ദേഹത്തിന് ധ്യാനിക്കുകയാണെങ്കിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോടാ രാഷ്ട്രീയത്തിൽ? വേണ്ടല്ലേ. അതാണ് ഇന്നത്തെ ഇത്. അല്ല, അങ്ങനെ ഒരു വിമർശനം കൂടി ഉണ്ടല്ലോ സാർ. അതായത് പുതിയ തലമുറ രാഷ്ട്രീയവാദികളാവുന്നു, എന്നിട്ട് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല. എത്രമാത്രം അവരുടെ കഴമ്പുണ്ട്? കാഴ്ചപ്പാടുകൾ തന്നെ നമ്മൾ ഇപ്പം ഈ മഹാനെയൊക്കെ ഉണ്ടല്ലോ, ഇവരിൽ നിന്നാണ് ഞാൻ ഇപ്പോഴും പലതും പഠിക്കുന്നത്. ഓഹോ. ഭയങ്കര ഐക്യുകളാണ് ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ കാണുന്ന രീതിയിലല്ല. അവർക്ക് ഈ രാഷ്ട്രീയം തമ്മിൽ അടികൂടി മറ്റത് ചെയ്ത് നടക്കണതൊക്കെ അവർക്ക് പുച്ഛമാണ്. ഉം, ഉം, ഉം. പക്ഷെ അവർ ചിന്തിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഉം. കാരണം എങ്ങനെയെങ്കിലും പഠിക്കുക, ഫസ്റ്റ് റാങ്ക് വരിക, ഒരു ഉന്നത നിലവാരത്തിൽ ധാരാളം പൈസ ഉണ്ടാക്കുക, ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചാൽ പിന്നെ ആരും വേണ്ട, പെണ്ണിനെയും കൊണ്ട് എവിടെയെങ്കിലും പോയി അവരുടെ അടിമയായിട്ട് കിടന്ന് അടികൊള്ളണമെന്ന് പറയുന്ന ജീവിതത്തിലൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഉം, ഉം, മനസ്സിലായില്ലേ? ഉം. അവരെന്ത് ചെയ്യണമെന്നുള്ള ഇവരെയൊന്നും ചോദ്യം ചെയ്യാൻ ഒരു അർഹതയും നമുക്കില്ല. ഉം. പുതിയ തലമുറ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നു, വലിയ വലിയ കാര്യങ്ങൾ, വലിയ അറിവ്, IQ ഒക്കെ എല്ലാം മികച്ച ലെവലിലാണ്. ഉം. നമ്മൾ മിണ്ടാതിരുന്നാൽ നമുക്ക് ജീവിച്ചു പോകും. ഉം. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ഇവരുടെ അടുത്ത് കൊത്തി വലിച്ചെടുത്തത് എനിക്ക് എന്തറിയാമെന്ന് പറഞ്ഞ് കേട്ട് ഒന്നും മിണ്ടായിരിക്കാനേ ഉള്ളൂ. അങ്ങനെയാണ് ഇന്നത്തെ പോക്ക്. ഉം, ഉം, ഉം. നമ്മുടെ എല്ലാ മൂല്യങ്ങളെയും ചവിട്ടി മതിക്കുകയാണ്. എതിർക്കാൻ ആരെങ്കിലും ചെന്ന് ഈ സ്ത്രീ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടാക്കി കൊടുത്തിട്ട് ചുമ്മാ എത്ര പേര് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു, പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരുന്നു. ഇത് എന്തൊരു ലോകമാണ്? ആരെയും റോഡിലിട്ട് പെണ്ണുങ്ങൾക്ക് അടിക്കാൻ, ചീത്ത വിളിക്കാൻ, ഇതാണ് ആ ലോകം സൃഷ്ടിച്ചു കൊടുത്തിട്ട് പരിഷ്കാരം എന്നൊക്കെ പറഞ്ഞത്. എനിക്ക് യോജിക്കാൻ കഴിയില്ല. പക്ഷെ അത് പരസ്യമായിട്ട് പറഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ ഞാൻ ഇല്ല. എൻ്റെ ആ കാലം ഇനി ഇല്ല നമ്മുടെ കയ്യിൽ ഫൈറ്റിങ്ങിന് ഇറങ്ങാൻ. നമ്മൾ ഈ പുരുഷ കമ്മീഷൻ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് ചിലർ മറുപടി കൂട്ടുന്നു. അല്ല, ഇതിങ്ങനെ വരുമ്പോൾ എതിര് പിടിച്ചു നിൽക്കണ്ടേ? അവരും ഉണ്ടാവുമല്ലോ. പുരുഷന്മാരുടെ ശല്യം സഹിക്കാൻ വയ്യാതെയല്ലേ വനിതാ കമ്മീഷൻ ഉണ്ടായത്? അല്ല, വനിതയ്ക്ക് കമ്മീഷൻ. അതുപോലെ അവരെ ശല്യം സഹിക്കാൻ വയ്യാതെ ആകുമ്പോൾ ഇവരുടെ കമ്മീഷൻ ഉണ്ടാവും. അതും ആവശ്യമായി വരും. പ്രായോഗികമാവും അങ്ങനെ തോന്നുന്നുണ്ടോ? പിന്നെന്താ സംശയം തോന്നുന്നു? എത്രയോ കാര്യങ്ങൾ നമ്മൾ നടക്കൂല എന്ന് വിചാരിച്ചിരിക്കണൊക്കെ നടന്നിരിക്കണം. റോഡിൽ പുല്ലുപോലെ എടുത്തിട്ട് ഭർത്താവിനെ ചവിട്ടണ ഒരു കാലം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പം നടക്കണില്ലേ? എല്ലാ വീടുകളിലും അങ്ങ് സമാധാനമാണ് നടക്കുന്നത്. അല്ല. അപ്പം പിന്നെ നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മൾ പ്രതീക്ഷിക്കാത്തൊക്കെ നടക്കുന്നു. കാലത്തിൻ്റെ മാറ്റമാണ്. ദൃശ്യത്തിന് 3-ാം ഭാഗം ഇറങ്ങുന്നുണ്ട് മെയ് മാസത്തിൽ. എന്നെ 1-ാം ഭാഗം കഴിഞ്ഞപ്പോൾ കൊന്നുകളഞ്ഞു എൻ്റെ ക്യാരക്ടർ. അതോടുകൂടി എനിക്ക് അതിലുള്ള ഇൻട്രസ്റ്റ് പോയി. പിന്നെ കാരണം എന്നെ വിളിക്കില്ല എന്ന് എനിക്കറിയാം. പിന്നെ എന്ന് പറയാൻ ദൃശ്യത്തിൽ അത് വിജയിക്കട്ടെ, ആ ടീം എപ്പോഴും സക്സസ് ആയി നിൽക്കട്ടെ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ അതിൻ്റെ ആരംഭത്തിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ. അതുകൊണ്ട് ഈ പടം വിജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ ഇപ്പോൾ വർക്ക് ചെയ്തിട്ടുള്ള ഈ ഫിലിം മേക്കേഴ്സിനെ ഇടയ്ക്കൊന്ന് വിളിക്കാനും ആ പരിചയം പുതുക്കാനും അങ്ങനെ ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കാൻ ആ ശ്രമങ്ങൾ നടത്താറുണ്ടോ എപ്പോഴെങ്കിലും? ഇപ്പം ചെയ്യണതൊക്കെ പറയുന്നത് ശരിയായിട്ടല്ല, ശരിയല്ല. ഞാൻ ഇതുവരെ ആരോടെയും പറഞ്ഞിട്ടില്ല. ഞാൻ
എന്നാൽ കഴിയുന്ന സഹായങ്ങൾ വരെ എൻ്റെ കൂടെ സഹപ്രവർത്തകരായിരുന്നവർക്ക് ചില വിശേഷ ദിവസങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നു. എനിക്ക് ശേഷി ഉണ്ടായിരുന്ന സമയത്തൊക്കെ ചെയ്തുകൊണ്ടൊക്കെ. അങ്ങനെയൊക്കെ എല്ലാ വിധത്തിലുള്ള ബന്ധങ്ങളും നിലനിർത്താനും ഇത് നിർത്താനും ഒക്കെ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതിനെപ്പറ്റി അവകാശപ്പെടാനൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ചലച്ചിത്രമേളകളുടെ നിലവാരം, ഇപ്പോൾ IFFKയുടെ ഒക്കെ നിലവാരത്തെ പറ്റിയിട്ട് 2 അഭിപ്രായം കഴിഞ്ഞ വട്ടം ഉണ്ടായിരുന്നു. അതിനൊരു ക്വസ്റ്റ്യൻ വരുന്നതിന് മുമ്പ് തന്നെ ആൻസർ പറയാം. ഇത് 88 ഇവിടെ ഉണ്ടാകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ലെവലിലൊക്കെ ഉള്ള ഒരു നിലവാരവും ഇപ്പോൾ ഇല്ല. ലോകത്തുണ്ടാകുന്ന ചിത്രങ്ങളുടെ പരിച്ഛേദത്തിൽ നിന്ന് ഏറ്റവും മികച്ചത് എന്നുള്ളത് കിട്ടാവുന്നിടത്തോളം, ചില കിട്ടാത്ത രാജ്യങ്ങളുടെ പടങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും കിട്ടാവുന്നിടത്തോളം നല്ല പടങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്ന് അപാരമായ ഒരു തലമുറയെ വാർത്തെടുത്ത ഒരു സ്ഥലത്തിൻ്റെ ചരിത്രമുള്ളവരാണ് നമ്മൾ. അപ്പോൾ അതൊക്കെ ഈ ഉത്സവക്കെട്ട് കാഴ്ച പോലെ ഫെസ്റ്റിവലിന് ഭയങ്കര അർത്ഥമുണ്ട്. അതായത് ഈ സിനിമയിൽ പ്രവർത്തിക്കുന്നവർ വളരെ നിലവാര തകർച്ചയിൽ കിടക്കുമ്പോൾ ലോക സിനിമയുടെ കൂടെ നമ്മുടെ സിനിമയും കൊണ്ടുവരാൻ വേണ്ടി അവരെ ആ ചിത്രങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് ചർച്ചകൾ ചെയ്ത് ഇവരെ പ്രബുദ്ധരാക്കി ഇവരുടെ ചിന്താശിലകളെ ആ ലെവലിലേക്ക് കൊണ്ടുവന്നൊക്കെ ആക്കിയെടുക്കാനൊക്കെയാണ് ഈ ഫെസ്റ്റിവൽ ആദ്യം ഉണ്ടായത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിലാണ് പ്രധാനമായിട്ട് അത് ജനകീയമാക്കണം, പ്രേക്ഷകരും കൂടെ ആ ലെവലിലേക്ക്, അതൊക്കെ നല്ലതാണ്, നല്ല ചിന്തയാണ്. പക്ഷെ അതിങ്ങോട്ട് മാറിയിട്ട് ഇപ്പോൾ ഇതൊരുമാതിരി മറ്റേ ക്ഷേത്രോത്സവം പോലെ ആയിട്ടുണ്ട്. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഇങ്ങനെ കൈവരികളിൽ കൈലിയെ കൊടുത്തിട്ടിരിക്കണം, പെൺകുട്ടികൾ തലക്കെട്ടുമൊക്കെ കെട്ടിയിരിക്കണം, ഡാൻസ് കൂടെ ഡാൻസ് ചെയ്യണം, ബാൻഡ് അടിക്കണം, അത് ചെയ്യണം, കോപ്രായങ്ങൾ കാണിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ് സീരിയസ് ആയിട്ടൊരു ചർച്ചകളും സിനിമ കാണലും അല്ല, അതൊരു ഉത്സവം. അത്രയും ദിവസം ചെറുപ്പക്കാരുടെ ഒരു ഉത്സവമായിട്ട് മാറി. അതുകൊണ്ട് അപ്പോൾ തന്നെ പ്രേക്ഷകൻ്റെ ഇതുപോലും വളരെ കുറഞ്ഞിട്ടുണ്ട്. ഈ സീരിയസ് ആയിട്ട് സിനിമ ഉണ്ടാക്കുന്നവരും അങ്ങനെയുള്ളവരുടെ പാർട്ടിസിപ്പേഷൻ കുറഞ്ഞിട്ടുണ്ട്. ഒരു ചലച്ചിത്ര മുന്നേറ്റം എന്നുള്ള അവസ്ഥ ഇപ്പം ഇല്ല. ഇല്ല, പടത്തിനും സ്റ്റാൻഡേർഡ് ഇല്ല. അതിന് വേണമെന്നുണ്ടെങ്കിൽ ജഗദീഷ് ജീവിച്ചിരിപ്പുണ്ട്. 1988 ആണെന്ന് തോന്നുന്നു ഒരു ഫെസ്റ്റിവൽ കണ്ടിട്ട് ഞാൻ കൈരളി തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സതേൺ സ്റ്റാർ എന്ന് പറഞ്ഞ ഇവിടെ ഒരു പത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സമകാലികരായിരുന്ന അതിൻ്റെ പത്രാധിപർ സതേൺ സ്റ്റാർ രാജേന്ദ്രനും ജഗദീഷും കൂടെ ഇങ്ങനെ എൻ്റെ വരാന്തയിൽ നിൽക്കുകയാണ്. ഞാൻ ഈ പടം കണ്ട ഇൻസ്പിറേഷനിൽ നിന്ന് വെളിയിലോട്ട് വന്നിട ഇവരെ കണ്ടിട്ട് ഞാൻ അസാധ്യ പടം, അടുത്ത വർഷം എൻ്റെ പടം ഉണ്ടായിരിക്കും ഇന്ത്യൻ പനോരമയിൽ. അപ്പം ഇവർ പിന്നെയാണ് പറയണത് എന്നെ കളിയാക്കിയത്, അവൻ്റെ പടം അടുത്ത പനോരമയിൽ ഉണ്ടെന്നുള്ള രീതിയിൽ കളിയാക്കിയവർ. പക്ഷെ സത്യത്തിൽ അപ്പോഴെൻ്റെ കയ്യിൽ കഥയില്ല, പ്രൊഡ്യൂസറില്ല, ഒന്നുമില്ല. എൻ്റെ ഈ വാക്കങ്ങ് വീണു. അതിനുശേഷം പ്രൊഡ്യൂസറുണ്ടായി, കഥയുണ്ടായി, എല്ലാം ഉണ്ടായി. അടുത്ത പനോരമയിൽ എൻ്റെ പടം ഉണ്ടായി അടുത്ത വർഷം. ദാറ്റ് ഈസ് ആൻഡ് ദ ബോൺസ് ഡു ബ്ലോസം, അസ്ഥികൾ പൂക്കുന്നു, പടം ഉണ്ടായി. അതൊരു ത്വരയാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ബ്ലഡ് മുഴുവൻ ആ സിനിമ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ബ്ലഡായിരുന്നു. അന്നത്തെ ആവേശം, അന്നത്തെ അത് ഉണ്ടാക്കിയെടുക്കും. ആ ഒരു വിശ്വാസവും ആ ഒരു സംഗതി ഉണ്ടാവണം. ഒരു തലമുറ എപ്പോഴും സിനിമയെ സ്നേഹിച്ച് നമ്മുടെ കൂടെ വേണം. അവരിൽ നിന്നാണ് നാളത്തെ പ്രതീക്ഷ ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള ചെറുപ്പക്കാരെ എനിക്ക് വളരെ അടുപ്പം ജഗദീഷിൻ്റെ കൂടെ എന്തെങ്കിലും ചോദിക്കണം. ജഗദീഷ് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് അടുത്ത വർഷം സിനിമ ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ആളാണ് പറയണ വാക്ക് അതുപോലെ ചെയ്യണ സാധനമാണെന്നൊക്കെ പറഞ്ഞൊരു നിങ്ങൾ ജഗദീഷിൻ്റെ അടുത്ത് ഇന്ന് തന്നെ ഫോൺ ചെയ്ത് ചോദിച്ചു നോക്കൂ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ. സയൻസ് രാജേന്ദ്രൻ മരിച്ചുപോയി, അതുകൊണ്ട് നിങ്ങൾക്ക് അയാളുടെ ചോദിക്കാക്കുന്നു. പക്ഷെ പകരം ഒരാളുണ്ട്, ഒന്ന് ചോദിച്ചു നോക്കൂ. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.